നമസ്കാരം. ഇന്ന് മഹാശിവരാത്രി. കേരള ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിനം കൂടിയാണ് ഇന്ന്. 1888 മഹാശിവരാത്രി നാളിലാണ് കേരള നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്നത്. അവർണർ എന്ന് മുദ്ര കുത്തപ്പെട്ടിരുന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് സഗുണ ആരാധന നിഷിദ്ധമാക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ ക്ഷേത്രപ്രതിഷ്ഠയും ക്ഷേത്രപ്രവേശനവും നിഷിദ്ധമാക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. ഇത് മഹത്തായ ഒരു സാമൂഹിക വിപ്ലവമായിരുന്നു. എന്നാൽ ഈ വിപ്ലവത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഒരു തുള്ളി രക്തം ചീന്താതെ, ഒരാളുടെയും ദേഹം നോവിക്കാതെ ഗുരു നടത്തിയ ഒരു ആത്മീയ വിപ്ലവമായിരുന്നു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കേരളത്തിന്റെ തെക്കേയറ്റത്തുള്ള നദിയായ നെയ്യാർ നദിയുടെ തീരത്താണ് അരുവിപ്പുറം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നെയ്യാർ നദിയിലെ ഏറ്റവും ആഴം കൂടിയ ചുഴിയായ ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശിവലിംഗാകൃതിയിലുള്ള ശിലയാണ് ഗുരു പ്രതിഷ്ഠയായിട്ട് അരുവിപ്പുറത്തെ പാറയിൽ ഉറപ്പിച്ചത്. ഇന്നേ വരെ ഒരു ശാസ്ത്രജ്ഞനും വിശദീകരണം നൽകാനാവാത്ത രീതിയിൽ രണ്ട് ലോഹങ്ങൾ ഉരുകിച്ചേരുന്നത് പോലെ ആ ശില ആ പാറയിലേക്ക് ഉരുകിച്ചേരുകയായിരുന്നു. ഈ പ്രതിഷ്ഠാ നിർവഹണം നടന്നിട്ട് ഇന്നേക്ക് 137 വർഷം. ഇന്ന് വരെ പുനഃപ്രതിഷ്ഠ വേണ്ടി വന്നിട്ടില്ല ആ ശിവലിംഗത്തിന്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ വിശ്വമാനവികതയുടെ ആ മഹത്തായ സന്ദേശം ലോകർക്ക് പകർന്നു നൽകിയത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതിമത വിഭാഗീയ ചിന്തകൾക്കപ്പുറം ഏവരും സോദര തുല്യരായി വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാണ് ഗുരു വിഭാവനം ചെയ്തത്. ഇന്നും ഈ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്കും ഗുരുവിൻ്റെ ഈ വിശ്വമാനവികതയുടെ സന്ദേശത്തിനും പ്രസക്തി ഏറെ ഉണ്ട് എന്ന് നമുക്ക് ഏവർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാം. ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്തതുപോലെ ജാതി മത വിഭാഗീയ ചിന്തകൾക്ക് അപ്പുറത്ത് എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്ന, എല്ലാവരും സോദര തുല്യരായി വാഴുന്ന ഒരു പുതുലോകം സൃഷ്ടിക്കപ്പെടട്ടെ, എല്ലാ ഹൃദയങ്ങളിലും മാനവികതയുടെ സന്ദേശം എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു.